വേറെ പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, പൊക്കിക്കോ. അള്ളാഹു കുടുംബ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുമാറാകട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ആദ്യ രാത്രിയിൽ എന്താ ചെയ്തത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അലിയാര് തങ്ങള് മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു, വിളക്കണച്ചു. വിളക്കണച്ചു കഴിഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്തിരുന്ന് കരയ. ഫാത്തിമ ബീബി മണിയറക്കകത്തിരുന്ന് കരയ. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ വാപ്പാനെ പിരിഞ്ഞതിന്റെ വിഷമത്തിന് കരയുകയാണോ? അല്ല, എനിക്ക് വേദനയൊക്കെ ഉണ്ട്, ഉപ്പാനെ പിരിഞ്ഞതിന്റെ വിഷമമുണ്ട്, പക്ഷെ ഞാൻ കരയുന്നത് അതിനല്ല. അലിയാര് തങ്ങൾ ചോദിച്ചു, ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ? അതുമല്ല, ഞാനും പാവപ്പെട്ടവളല്ലേ, എനിക്ക് സൗന്ദര്യം എന്നെ ഇഷ്ടമില്ലേ? എനിക്കിഷ്ടമാ. പിന്നെന്തിനാ ഫാത്തിമ നീ കരയണേ? പിന്നെന്തിനാ ഫാത്തിമ നീ കരയണേ? അലിയാര് തങ്ങൾ ചോദിച്ചപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞു, നമ്മളെന്ന് പറയുന്നില്ല, നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണും പുതിയാപ്പിളയും മണിയറക്കകത്ത് കയറി ചെന്നു. രണ്ടുപേരും കൂടെ കട്ടിൽ കയറി ഇരിക്കുക. മണിയറക്ക് നല്ല പൈസ കൊടുത്ത് ഒരുക്കിയിട്ടിരിക്കുക. കളർ ലൈറ്റുകളൊക്കെ പൂക്കളും എല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുക. അങ്ങനെ പുതിയ പെണ്ണും പുതിയാപ്പിളയും മണിയറക്കകത്ത് കയറിയിരുന്നപ്പോ, ചങ്ങായിമാരെ കേക്കട, ചെറിയ മക്കളൊക്കെ കേട്ടോ, നീയൊക്കെ പെണ്ണ് കെട്ടി എങ്ങനെ ആവരുത്, അതുകൊണ്ടാ പുതിയാപ്പിളയും പുതിയ പെണ്ണും കൂടെ മണിയറക്കകത്ത് കയറി വാതിലൊക്കെ അടച്ച് രണ്ടുപേരും കട്ടിലിന്റെ അക്കരെ ഇക്കരെ ഇരുന്ന് പാലൊക്കെ വിഹിതം വെച്ച് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പുതിയ പെണ്ണ് ഇക്കാനോട് ചോദിക്ക, ഇക്ക നിങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾ വല്ല ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു? ഒരു പുതിയ പെണ്ണ് ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് വല്ല പ്രേമം ഉണ്ടായിരുന്നു? അപ്പൊ ഓം പറയാ, BC റോഡ് ഒന്നുണ്ടായിരുന്നു, മിത്തബയിൽ ഒന്നുണ്ടായിരുന്നു, എനിക്ക് അവിടെ ഒന്നുണ്ടായിരുന്നു, കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്, സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പയ്യൻ പറയും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പയ്യൻ ചോദിക്കുക, ആമിന നിനക്കോ വല്ലതും ഉണ്ടായിരുന്നു? ഇതാ ചർച്ച. ഇന്നത്തെ തലമുറ മണവാട്ടിയും മണവാളനും പുതിയാപ്പിളയും പുതിയ പെണ്ണും കൂടെ പോയിട്ട് മണിയറക്കകത്തിരുന്നിട്ട് കാമുകിമാരെ കുറിച്ച്, നീ അവന്റെ കൂടെ പടത്തിന് പോയിട്ടുണ്ടടി, നീ അവന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ട്, ആർക്കൊക്കെ നീ വാട്സപ്പിൽ ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും കൂടെ ചർച്ച ചെയ്യേണ്ട സ്ഥലം അതാ. എങ്കിൽ അള്ളാന്റെ റസൂലിന്റെ മോള് മണിയറക്കകത്ത് കയറി ഇരുന്നിട്ട് കരയ. അലിയാര് തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയണേ? അലിയെ, ഈ വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ച് വിളക്ക് അങ്ങോട്ട് അണച്ചപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നെന്ന മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല. അതാടാ പെണ്ണ്. വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്ക് അണച്ചപ്പോ, ആ വീടിന്റെ അകത്ത് കണ്ട ഇരുള് കണ്ടപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ എനിക്ക് ഖബർ ഓർമ്മ വന്നു, അലിയേ ഇവിടെയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെയുണ്ട്. ആ ഖബറിന്റെ അകത്ത് ഫാത്തിമ ഒറ്റയ്ക്കാണ്. അതിനകത്ത് ഇതിനെക്കാളും വല്ലാത്ത ഇരുളാണല്ലോ. അതിനകത്ത് തന്നെ ഇറക്കി വെച്ച് പലകയെടുത്തിട്ട് മണ്ണെട്ടുകൾ മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകളും അടിയിറക്കിത്തിരുന്ന് കരയുമ്പോ അടിയാരിതങ്ങളെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ ഇത് കരയേണ്ട രാത്രിയല്ല, ഇത് സ്വപ്നങ്ങളെ പൂവണിയേണ്ട രാത്രിയാണ്, ഇത് നമ്മൾ ആദ്യ രാത്രിയാണ്, ഇത് നമ്മുടെ മണിയറയാണ്, ഇത് നമ്മുടെ മണിയറയാണ്. ഇതിനകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? ാരികള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, അലിയേ മണിയറ ഇവിടെയല്ല, മണിയറ കല്യാണത്തിന്റെ 3ാമത്തെ രാത്രിയല്ല. ലക്ഷങ്ങളെ ചെലവഴിച്ചിട്ട് മണിയറ ഒരുക്കുന്ന ചെറുപ്പക്കാരാ, ഒരു കല്യാണ വീട്ടിൽ പോയാ ആണുങ്ങളും പെണ്ണുങ്ങളും അറയാണ് പോയി നോക്കുന്നത്, മണിയറ പോയി വിലയിരുത്തുന്ന കാലമാണല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മണിയറ ഒരുക്കേണ്ടത് അവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് നിന്റെ വീടിന്റെ അകത്തല്ല. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ? ഒരു ദിവസം നാട്ടുകാരെല്ലാവരും കുടുംബക്കാരെല്ലാവരും നിന്നെ മനോഹരമായി കുളിപ്പിച്ചു, നല്ല വെള്ള വസ്ത്രത്തിൽ ധരിച്ചു, നിന്നെ ഉളുവെടുപ്പിച്ചു, നിനക്ക് സുഗന്ധങ്ങൾ തേച്ച്, എന്നിട്ട് മിത്തപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന മനോഹരമായ വിലകളില്ലാത്ത എണ്ണയില്ലാത്ത ഡ്രൈവറില്ലാത്ത പഴയ മോഡലായ മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, ഇതിനകത്തേക്ക് നിന്നെ മലർത്തി കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്